പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ചുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ കുറേ പശ്ചാത്തലങ്ങളും അതിലെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നൽകി. ആദ്യ പാപം എന്ന് പറയുന്നത് ദൈവസന്നിധി വിട്ട് പിശാചിൻ്റെ അടുത്തേക്ക് പോയി ദൈവത്തെ കേൾക്കേണ്ടവരും പിശാചിനെ കേട്ടു, ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നതിന് പകരം പിശാചിനോട് ഐക്യപ്പെട്ടു, ദൈവത്തെ അനുസരിക്കുന്നതിന് വിശ്വസിക്കുന്നതിന് പകരം പിശാചിനെ അനുസരിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം പിശാചിനെ വിശ്വസിച്ചു. അങ്ങനെയൊക്കെയുള്ള പാപങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് സഭ ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 397 പറഞ്ഞിട്ടുണ്ട്. CCC 397 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, കാറ്റഗിസ്റ്റ് ഓഫ് ദ കാത്തലിക് ചർച്ച്. പിശാചിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ നിർജീവമാക്കി സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ചുകൊണ്ട് ദൈവം കൽപ്പന ലംഘിച്ചു. മനുഷ്യൻ്റെ ആദ്യ പാപം ഇതിൽ അടങ്ങിയിരിക്കുന്നു. തുടർന്നുള്ള എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള വിധേയത്വരാഹിത്യവും അവിടുത്തെ നന്മയിലുള്ള വിശ്വാസരാഹിത്യവുമാണ് എന്ന് CCC 397 എഴുതിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ ഭാഷയുടെ പ്രതീകാത്മകതയെ പുതിയ നിയമത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ ആധികാരികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരെ ആദവും ഹവ്വയും വിശുദ്ധിയുടെയും നീതിയുടെയും ഉത്ഭവാവസ്ഥയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം ദൈവിക ജീവനുള്ള ഭാഗഭാഗ്യത്വമായിരുന്നു. ഈ കൃപാവരത്തിന് തേജസ് മൂലം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മാനങ്ങളും പ്രശാന്തമായിരുന്നു. ആദ്യ മനുഷ്യൻ ദൈവവുമായി ഗാഠമായ സ്നേഹൈക്യം പുലർത്തിയിരുന്ന കാലത്തോളം അവന് സഹിക്കുകയോ മരിക്കുകയോ വേണ്ടിയിരുന്നില്ല. മനുഷ്യവ്യക്തിയുടെ ആന്തരിക പൊരുത്തവും ആദിമ ദമ്പതികളും സർവസൃഷ്ടികളും തമ്മിലുള്ള പൊരുത്തവും ഉണ്ടായിരുന്ന അവസ്ഥയെ ഉത്ഭവനീതി, ഒറിജിനൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നു. 376 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. പാപത്തിന് മുൻപ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഉത്ഭവവിശുദ്ധിയുടെയും നീതിയുടെയും അവസ്ഥയെക്കുറിച്ച് വെളിപാട് നമ്മെ അറിയിക്കുന്നു. ദൈവമായിട്ടുള്ള അവരുടെ സ്നേഹബന്ധമായിരുന്നു പറുദീസായിലെ അവരുടെ അസ്തിത്വത്തിൻ്റെ സൗഭാഗ്യത്തിന് നിദാനം. CCC 384. പാപം എന്താണത് ഗ്രഹിക്കാനുള്ള ശ്രമത്തിൽ ആദ്യമായി മനുഷ്യൻ ദൈവത്തോടുള്ള ഗാഠബന്ധം അംഗീകരിക്കണം. ദൈവ നിഷേധവും അവിടുത്തോടുള്ള എതിർപ്പുമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ ഒരു ദുർവഹ ഭാരമായി എന്നും വർത്തിക്കുന്നത്. പഠന വിവരണത്തിൽ ആലങ്കാരിക ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും മാനവ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ഒരു പുരാതന സംഭവത്തെ അത് ഉറപ്പിച്ച് പറയുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം മാനവ ചരിത്രത്തെ മുഴുവൻ ക്ഷതമേൽപ്പിച്ചു എന്ന വെളിപാട് നമുക്ക് വിശ്വാസപരമായ സ്ഥിരീകരണം വെളിപാടിൽ ലഭിച്ചിരിക്കുന്നു. ആദ്യ പാപത്തിന് ശേഷം ലോകം മുഴുവൻ ഒരു പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. കായൻ സഹോദരൻ ആബേലിനെ വധിക്കുന്നു. പാപത്തെ തുടർന്ന് മനുഷ്യവർഗ സാർവത്രികമായ അജീർണതയ്ക്ക് ഇടയാകുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ മോശ നൽകിയ നിയമത്തിൻ്റെ ലംഘനമായി ഇസ്രായേലിൻ്റെ പാപം പ്രത്യക്ഷപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിന് ശേഷം പോലും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിവിധ മാർഗങ്ങളിലൂടെ പാപം തല ഉയർത്തി വരുന്നുണ്ട്. വിലക്കപ്പെട്ട കനിഭുജിക്കാൻ കാരണമായ ആദിപാപത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് ഹവ്വയിൽ നിന്നാണ് ഉണ്ടായത്. അതായത് പാപകർമ്മം തുടങ്ങി വെച്ച് ഹവ്വയാണ്. ആദം വഞ്ചിക്കപ്പെട്ടില്ല, എന്നാൽ സ്ത്രീ വഞ്ചിക്കപ്പെടുകയും നിയമലംഘിക്കുകയും ചെയ്തു എന്ന് 1 തിമോത്തി 2:14 നമ്മൾ വായിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിരിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്തോസ് 11:3. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്, അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. പ്രഭാഷകൻ 25:24. ആദ്യ മാതാവായി ഹവ്വ ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവം നൽകിയ കുടുംബ കൂട്ടായ്മയിൽ നിന്നും അകന്നപ്പോഴാണ് മരണത്തിലേക്ക് നയിക്കുന്ന സാത്താൻ്റെ കൂട്ടായ്മയിലേക്ക് പോയത്. ഞാനിത് വായിച്ചത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് തന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞാനിപ്പോൾ നൽകിയ വ്യാഖ്യാനത്തിൻ്റെ വെളിച്ചമുള്ള അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം, ആദ്യ മാതാപിതാക്കളുടെ ഈ പാപശേഷമുണ്ടായ ദുരന്തങ്ങൾ എന്തൊക്കെയായിരുന്നു. പിന്നീട് പെട്ടെന്ന് നമ്മൾ കാണുകയാണ്, അവർ ഈ പഴം ഭക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് എന്താ തോന്നിയതെന്ന് 7-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്.
ഉടനെ ഇരുവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തീരകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. ഞാനതിനൊരു വ്യാഖ്യാനം നൽകുകയാണ്. അവർ നഗ്നരായി. ആ നഗ്നത എന്ന് പറയുന്ന ഡ്രസ്ലെസ്നെസ് എന്ന് പറയുന്ന വ്യവസ്ഥതയല്ല. കാരണം അന്ന് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തുള്ള അതിസ്വാഭാവികമായൊരു കൃപയുടെ നിറവിൽ അവരായിരുന്നതുകൊണ്ട് അതൊരു സ്വാഭാവിക ഭൗതിക വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള വചനമല്ല, മറ്റൊരു അതിസ്വാഭാവികമായ വെളിപാടിൻ്റെ വെളിച്ചമുള്ള ഒരു വചനമാണ്. അതെന്താണ്? നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് കൊണ്ട്, ദൈവത്തോട് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദൈവകൃപ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ചുറ്റും ദൈവകൃപയുടെ ഒരു കവചം അല്ലെങ്കിൽ ഒരു വലയം നമ്മുടെ ചുറ്റും ഉണ്ടാകും. വി വിൽ ബി ഫിൽഡ് വിത്ത് ആൻഡ് എൻവെലപ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ആദ്യ മാതാപിതാക്കൾക്ക് അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സഹവാസ അനുഭവം നഷ്ടപ്പെട്ടപ്പോൾ അനന്തരഫലമായി ഒരു ദുരന്തമുണ്ടായി. അവരുടെ ചുറ്റുമുള്ള കൃപാവലയം തകർക്കപ്പെട്ടു. പിശാച് തകർത്ത് കളഞ്ഞു. ദൈവകൃപയുടെ പൊതിയിൽ അവർക്ക് നഷ്ടപ്പെട്ടു. നോ മോർ ദേ ആർ എൻവെലപ്ഡ് ബൈ ദാറ്റ് ഗ്രേസ്. അതിനെയാണ് ഇവിടെ നഗ്നത എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. അത് സ്വാഭാവികമായ കൃപയുടെ നഷ്ടമുണ്ടായപ്പോൾ അവർ സ്വാഭാവികമായൊരു മേഖലയിലേക്കാണ് പ്രശ്ന പരിഹാരത്തിന് പോയത്. അവരെ കൊണ്ട് ഈ അതിസ്വാഭാവിക കൃപാനഷ്ടത്തിന് കാരണമാകുന്ന അനുസരണക്കേടിലേക്ക് നയിച്ച സാത്താൻ ഇപ്പോൾ അവർക്ക് സംരക്ഷണം നൽകാൻ വരുന്നില്ല. കാരണം അവനറിയാം, ഇപ്പം ഇവർ ദൈവത്തിൻ്റെ ആദി സൃഷ്ടികൾ തൻ്റെ പക്ഷത്തെത്തിക്കഴിഞ്ഞുവെന്ന്. പക്ഷേ ദൈവം എന്ത് ചെയ്തുവെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 3:21. ഉൽപ്പത്തി 3:21 ഞാൻ വായിക്കാം. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു. തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെ ഹവ്വയെ ധരിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അന്നത്തെ കാലത്ത് ജനങ്ങൾ മൃഗബലി അർപ്പിക്കും. കുഞ്ഞാട്, ലാംബ്. ആ കുഞ്ഞാടിൻ്റെ തോല് ഉരിഞ്ഞ് എടുക്കുന്നത് ഉണക്കി അതാണ് വസ്ത്രമായി ധരിക്കുക. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ ആണെന്ന് യോഹന്നാൻ 1:29 യേശുവിന് തൊട്ടു മുമ്പ് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതകൾ, കൃപകൾ, കരുണ മുൻകൂട്ടി അനുഭവിച്ചും ആസ്വദിച്ചും ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകാതിരിക്കാൻ ദൈവമക്കളുടെ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ ദൈവം അവരെ അനുവദിച്ചു എന്നതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നു. അതുകൂടെ പറയാം. ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് കാണിച്ച് കൃപ നഷ്ടപ്പെടുത്തിയ ദൈവകൃപ നിറവിൽ നിന്നും കൃപയാൽ പൊതിയപ്പെട്ട അവസ്ഥയിൽ നിന്നും അധപതിച്ച് നിബന്ധിച്ച് വിവസ്ത്രതയല്ല നഗ്നരായി എന്ന് പറയുമ്പോൾ ദൈവകൃപയുടെ പൊതിയിലില്ലാതെ അഭിഷേകമില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ അഭിഷേകം ഇല്ലാത്തൊരവസ്ഥയിലുണ്ടാകുന്നതാണ് ബന്ധനം. പിശാചിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യവും അവൻ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയും. ഈ പിശാചിൻ്റെ ബന്ധനത്തിൽപ്പെട്ടവർ ആ നാരകീയ ബന്ധനത്തിൽ മോചനം പ്രാപിക്കാൻ വേണ്ടി അവരെ മോചിപ്പിക്കാൻ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു മനുഷ്യനും ഇതിൽ പരിഹരിക്കാൻ പറ്റില്ല. കാരണം അവരാ തുടക്കക്കാർ, ആദ്യ മാതാപിതാക്കൾ. ഇനി വരാൻ പോകുന്ന ആർക്കും അത് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം തന്നെ തീരുമാനിച്ചു, നാം തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുന്ന ഒരു നടപടിയെടുക്കാം. അങ്ങനെയാണ് പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് മനുഷ്യനായി വിടുന്നത്. അവൻ്റെ പാപ പരിഹാര ബലിയുടെ യോഗ്യതയാൽ അവൻ നേടിയെടുത്ത കൃപാവരത്താൽ ഈ ആദ്യ മാതാപിതാക്കൾ നിറയപ്പെട്ടും പൊതിയപ്പെട്ടും ഇരുന്നതുകൊണ്ട്, അവർ സംരക്ഷിക്കപ്പെട്ടിരുന്നതുകൊണ്ട് അവരുടെ ചുറ്റുമുള്ള സ്വർഗീയ വേലി, ജോബ് 1:10 പറയുന്ന സ്വർഗീയ വേലി, ഏശയ്യ 1:26 പറയുന്ന സ്വർഗീയ കോട്ട, അത് അവരുടെ ചുറ്റും കെട്ടപ്പെട്ടതുകൊണ്ട് സഖറിയ 2:5 അഗ്നി കൊണ്ട് അവർക്ക് ചുറ്റും കോട്ട കിട്ടും, പരിശുദ്ധാത്മ അഭിഷേക കോട്ട. സഖറിയ 9:8 മാലാഖമാരുടെ സൈന്യത്തിൻ്റെ കോട്ട. ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്
അവർ നശിച്ചു പോയില്ല. അവർ ദൈവമക്കളെ തുടർന്ന് ജീവിക്കാൻ ദൈവം അനുവദിച്ചു. യേശുവിലൂടെ രക്ഷ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സമയം. ആ മനുഷ്യാവതാര രഹസ്യങ്ങൾ പൂർത്തീകരണ സമയം വരെ യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യത മുൻകൂട്ടി ആസ്വദിക്കാൻ അവരെ ദൈവം അനുവദിച്ചു. ഒറ്റ കാരണം, ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതെവിടെ നിന്ന് വന്നു? ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ പേര് തന്നെ സ്നേഹമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. രണ്ടും ശരിയാണ്. സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പൊട്ടിയൊഴുകി വരുന്ന ദൈവത്തിന് മറ്റൊരു പ്രത്യേകമായ സ്വഭാവമാണ് ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ ദൈവം കരുണാവാരിധി ആയതുകൊണ്ട്, കരുണാസമ്പന്നനായതുകൊണ്ട്, സ്നേഹനിധി ആയതുകൊണ്ട് മനുഷ്യവർഗം നശിക്കാതെ രക്ഷിക്കപ്പെടാൻ വേണ്ടി പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് വിടുന്നു. അവൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യത ബലി നടക്കുന്നതിന് മുൻപ് തന്നെ ആദിമാതാപിതാക്കൾ മുതൽ എല്ലാവരും അനുഭവിക്കാനും വീണ്ടും തുടർന്ന് ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നു. ഇതാണ് അതിൻ്റെ രഹസ്യം. ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കേണ്ട സമയമാണ് ഈ നോമ്പുകാരൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആദിമാതാപിതാക്കളുടെ പാപം വഴിയുണ്ടായ കൃപ നഷ്ടവും ദുരന്തവും എന്താണെന്നും അങ്ങ് അതിന് പരിഹാരം എന്ത് ചെയ്തുവെന്നും ധ്യാനിച്ച ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകളും ഞങ്ങൾ നിലനിൽക്കട്ടെ. കൂടുതൽ ആഴത്തിൽ അങ്ങേ തിരുരഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരികയും അത് ഗ്രഹിക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ തുറക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.